എഴുതുന്നയാളിന്റെ വീക്ഷണമായിരിക്കും അല്ലേ? വ്യാഖ്യാനം എന്താണോ അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും എഴുതുക. സാറേ, സാഖ്യയോഗവും സാഖ്യശാസ്ത്രവും സാഖ്യദർശനവും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓരോരോ സന്ദർഭത്തിൽ ഓരോ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശാസ്ത്രവും യോഗവും ഒന്ന് തന്നെയാണോ? നമ്മൾ ഭഗവത്ഗീത ഭഗവാൻ പറയുന്ന യോഗവും ഭഗവാൻ പറയുന്ന സാഖ്യം എന്ന് പറയുന്നത് ദർശനമാണ്. ആ ദർശനത്തെ യോഗശാസ്ത്രത്തിൽ അതിന്റെ ഒരു ഭാഗം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സാഖ്യയോഗം എന്ന് പേര് കൊടുക്കും. ഇനിയും സാഖ്യം എന്ന വാക്കിന് ആത്മജ്ഞാനം എന്നർത്ഥമുണ്ട്. അപ്പൊ ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് സാഖ്യയോഗം എന്നും ജ്ഞാനയോഗം എന്നൊക്കെ പറയും. ഈ സാഖ്യം എന്ന വാക്കിന് പല അർത്ഥമുള്ളതുണ്ട്. യോഗത്തിനുള്ള അർത്ഥം പോലെ അല്ലേ? യോഗത്തിനാണെന്നല്ല, 16 അർത്ഥങ്ങൾ. യോഗം എന്ന വാക്കിന് നിഘണ്ടു 16 അർത്ഥങ്ങൾ പറയും. നമുക്ക് ആകെപ്പാടെന്ന് പറയണ്ടോ അറിയാം, നമ്മളത് വെച്ച് നോക്കുള്ളൂ. നമ്മൾ മനസ്സിലാക്കുമ്പോ അത് വെച്ചാൽ മനസ്സിലാക്കുകയുള്ളൂ, കൂടുതൽ അറിയാൻ പറ്റാത്തതുകൊണ്ട്. ഈ ഗീതയിൽ പറയുന്ന സാഖ്യ യോഗം വാസ്തവത്തിൽ ആത്മജ്ഞാനത്തിന് യോഗം തന്നെയാണ്. കപിലന്റെ സാഖ്യവുമായിട്ട് ബന്ധമില്ല. പക്ഷെ കപിലൻ പറയുന്ന സാഖ്യ ദർശനമെന്നോ ആ ദർശനത്തെ ശാസ്ത്രമെന്നോ വേണേ വിളിക്കാം. ശാസ്ത്രം എന്ന് വെച്ചാൽ ഉപദേശിക്കുന്ന എന്തോ അതാണ് ശാസ്ത്രം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മദനീയരായ വീരമായ 84. ഇനി 50 മുതലല്ലേ എടുക്കണ്ടേ? അതെ സർ. അധ്യായം 84 ശ്ലോകം 50. ദശമസ്കന്ധം 84-ാം അധ്യായം 50-ാമത്തെ ശ്ലോകം. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുഭിരന്വിതൗ രേജതു സുഫുതൈർദാരൈർജീവേഷു സുവിഭൂതിഭിഃ. തഥാ അപ്പോൾ രാമശ്ച കൃഷ്ണശ്ച രാമകൃഷ്ണന്മാർ സ്വൈർബന്ധുഭിരന്വിതൗ സ്വന്തം ആൾക്കാരോടും അവരുടെ ബന്ധുക്കളോടും കൂടി ചേർന്ന് സ്വൈഹി സ്വന്തം ആൾക്കാരോട് സ്വൈഹി ബന്ധുഭിഹി അന്വിതൗ സ്വന്തം ബന്ധുക്കളോടും കൂടിച്ചേർന്നവരായ അവർ രേജതുഹു ശോഭിച്ചു സ്വഫുതൈഹി താരൈഹി ജീവേശോ വിഭൂതിഭി. സ്വഫുതൈഹി സ്വന്തം പുത്രന്മാരാൽ, താരൈഹി പത്നിമാരാൽ, ജീവേശൗ ജീവേശന്മാരായ അവർ രണ്ടുപേരും സമസ്ത ജീവികളുടെയും ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാർ വിഭൂതിഭി അവരവരുടെ വിഭൂതികളോടെ. ഇവിടെ വിഭൂതികൾക്ക് ആഭരണങ്ങൾ എന്നുള്ള അർത്ഥത്തിലേക്കാണ് വരുന്നത്. ആ ആഭരണങ്ങളാകുന്ന വിഭൂതികളോടെ രേജതുഹു ശോഭിച്ചു കൊടുത്തു. ആ വസുദേവരുടെ യാഗം കഴിഞ്ഞ് വസുദേവരെല്ലാവരെയും വിധിപൂർവ്വം യാത്രയച്ചു എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ട സെത്തുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുത്ത് അവരെയൊക്കെ യാത്രയച്ചു. ഋത്തുക്കൾക്കും വേണ്ട സെത്തുള്ള വസ്ത്രാഭരണങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ രാമകൃഷ്ണന്മാർ അവരുടെ ബന്ധുക്കളുടെ ബന്ധുക്കളോടും കൂടി ചേർന്ന് ധാരാളം സ്വർണ്ണാഭരണങ്ങളോടെ എല്ലാ വിഭൂതികളോടെയും അവിടെ ശോഭിച്ചു.
തഥാ രാമശ്ച കൃഷ്ണശ്ച ഫൈർബന്ധുഭിരന്വിതൗ രേജതുഫുതൈർതാരേർജീവേശൗ വിഭൂതിഭീം തഥാ രാമശ്ച കൃഷ്ണശ്ച ഫൈർബന്ധുഭിരന്വിതൗ രേജതുഫുതൈർതാരേർജീവേശൗ വിഭൂതിഭീം ഈജേനുയജ്ഞം വിധിനാം അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർവൈകൃതൈർയജ്ഞൈ വിജ്ഞാനകൃതീശ്വരം. ഈജെ യജിച്ചു, യജ്ഞം ചെയ്തു. ഈജെ അനുയജ്ഞം, അനുയജ്ഞം അതിനെ പിന്തുടർന്ന് ചെയ്യുന്ന ചെറിയ യജ്ഞങ്ങൾ, എന്റെ പേരാണ് അനുയജ്ഞം. മഹത്തായ യജ്ഞം കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ യജ്ഞങ്ങൾ ചെയ്യണം. വിധിന, വിധിപൂർവം. അഗ്നിഹോത്രാദിലക്ഷണൈ, അഗ്നിഹോത്രം ആദിയായ ലക്ഷണങ്ങളോട് കൂടിയ ചെറിയ ചെറിയ യജ്ഞങ്ങൾ. അത് പ്രാകൃതൈഹി വൈകൃതൈഹി യജ്ഞൈഹി, പ്രാകൃതങ്ങളും വൈകൃതങ്ങളുമായ യജ്ഞങ്ങൾ. പ്രാകൃതം പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കിയ വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്നത്. വൈകൃതം ഓരോന്നിനും മാറ്റം, അങ്ങനെ എടുക്കുന്ന വസ്തുക്കളെ മാറ്റം വരുത്തിയെടുക്കും. ഇപ്പൊ കരിമ്പ് അങ്ങനെ തന്നെ ഹോമിക്കാം, പക്ഷെ കരിമ്പിനെ പിഴിഞ്ഞ് നീരാക്കിയെടുത്ത് അത് ഹോമിക്കാം. കരിമ്പ് പ്രാകൃതമാണ്, നീര് വൈകൃതമാണ്. ഇതാണ് പ്രാകൃത വൈകൃതങ്ങൾ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാകൃത വൈകൃതങ്ങളായ ലക്ഷണങ്ങളോട് കൂടിയ യജ്ഞങ്ങളെ കൊണ്ട് ദ്രവ്യജ്ഞാനക്രിയായോഗ, ദ്രവ്യം, ജ്ഞാനം, ക്രിയ, ഇവയുടെ ഈശ്വരനായ ആ ജഗതീശ്വരനെ എല്ലാവരും കൂടി യജിച്ചു പൂജിച്ചു എന്നർത്ഥം. ഇപ്പം നിരന്തരമായും എന്നും ചെയ്യേണ്ട കുറെ യാഗങ്ങളുണ്ട്. ജ്യോതിഷ്ഠോമം, ദശപൂർണമാസം എന്നിങ്ങനെ ചില അവ എന്നും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പൊ ചെയ്ത യജ്ഞത്തിന്റെ പിന്തുടർച്ചയായിട്ട് എന്നും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള എന്നും ചെയ്യേണ്ട യജ്ഞങ്ങളെ പ്രാകൃത യജ്ഞങ്ങളെന്നും, അവയിലെ ഏതെങ്കിലും വിശേഷ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത് വൈകൃതങ്ങളെന്നും, അവയുടെ രീതിയും സ്വഭാവവും അനുസരിച്ച് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൗര യജ്ഞങ്ങൾ, അതേപോലെ യാഗത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, വസ്തുക്കൾ, അവ നടത്തേണ്ട വിധിയുടെ ക്രമത്തെക്കുറിച്ചുള്ള അറിവ്, അവയുടെ ക്രമം എന്നിങ്ങനെ മൂന്നിനും ഈശ്വരനായ ശ്രീകൃഷ്ണൻ അഗ്നിഹോത്രാദികളായ ലക്ഷണങ്ങളെ കൊണ്ട്, അഗ്നിഹോത്രാദി ലക്ഷണേഹി, പ്രാകൃതയജ്ഞങ്ങൾക്കും വൈകൃതയജ്ഞങ്ങൾക്കും സമാനധർമ്മമായ ആ രണ്ട് യജ്ഞവും വിധിപൂർവ്വം നടത്തുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ കുറിച്ച് മന്ത്രോച്ചാരണ വിധിപ്രകാരം അവരെല്ലാവരും ഭഗവാനെ തന്നെ പൂജിച്ചു. അനുയജ്ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തു എന്നർത്ഥം. ഈജേനുയജ്ഞം വിധുന അഗ്നിഹോത്രാദിലക്ഷണേ പ്രാകൃതൈ വൈകൃതൈ യജ്ഞേ ദിവ്യജ്ഞാനക്രിയേശ്വരം. ഈജേനുയജ്ഞം വിധുന അഗ്നിഹോത്രാദിലക്ഷണേ പ്രാകൃതൈ വൈകൃതൈ യജ്ഞേ ദിവ്യജ്ഞാനക്രിയേശ്വരം. അഥാർത്തുഭ്യോ അതാത്കാലേ യഥാംനാദം സദക്ഷിണാഃ സ്വരംകൃതേഭ്യോരംകൃത്യ ഗോ ഭൂകന്യാ മഹാധനാഃ. അഥ ഋത്വിഭ്യഃ, അനന്തരം ഋത്വിക്കൾക്കായിക്കൊണ്ട് അതാത് കൊടുത്തു. കാലേ, യജ്ഞത്തിന്റെ പരിസമാപ്തി കാലത്ത്, യഥാ ആംനാദം, എപ്രകാരമാണോ പറയപ്പെട്ടത് അതുപോലെ, വിധിപ്രകാരം. പറയപ്പെട്ടതെന്നാൽ ഇവര് പറഞ്ഞല്ല, വിധിയിൽ പറഞ്ഞത്. സഹ് ദക്ഷിണാഹ, ദക്ഷിണകൾ അതാത് കൊടുത്തു. ക്രിയയുടെ പരിസമാപ്തിയിൽ വസുദേവർ ഋത്വിക്കുകൾക്ക് വേദവിധി അനുസരിച്ചുള്ള യജ്ഞമുള്ള ദക്ഷിണ കൊടുത്തു. സു അലങ്കൃതേഭ്യ, അലങ്കൃത്യ, നന്നായി അലങ്കരിച്ചിരിക്കുന്ന ആ ഋത്വിക്കുകൾക്ക് ധാരാളം അലങ്കാരങ്ങൾ കൂടി കൊടുത്ത്, ഗോ ഭൂ കന്യാ, ഗോക്കളെ കൊടുത്തു, ഭൂമിയെ കൊടുത്തു, കന്യകമാരെ കൊടുത്തു, മഹാധനാഹ, ധാരാളം ധനങ്ങളും ദക്ഷിണയായിട്ട് നൽകി അവരെ സന്തോഷിപ്പിച്ച് വിധിപൂർവ്വം യാത്രയാക്കണം. അഥർപ്പിഭ്യോദാത്കാലേ യഥാംനാദം സദക്ഷിണാഹം
സ്വരംകൃതേഭ്യോരംകൃത്യ ഗോ ഭൂകന്യാമഹാധനാഹം അഥർത്തുഭ്യോദാത്കാലേ യഥാംനാദം സദക്ഷിണാഹം സ്വരംകൃതേഭ്യോരംകൃത്യ ഗോ ഭൂകന്യാമഹാധനാഹം പത്നി സംയാജാവഭൃദ്ധേശ്ചരിത്വാദേ മഹർഷയാം സ്വപ്നോ രാമഹൃദേ വിപ്ര യജമാനപുരഃസരാഹം. പത്നി സംയാജൗ അവഭൃത്യൈ. പത്നി സംയാജം എന്ന അവഭൃതങ്ങളാൽ, അവഭൃതം എന്ന് പറയുന്നത് ഒരു യജ്ഞക്രിയയുടെ പേരാണ്. അവഭൃതത്തിൽ ചെയ്യപ്പെടേണ്ട സ്നാനത്തെ അവഭൃത സ്നാനം എന്ന് പിന്നീട് പേരായതാണ്. അവഭൃതം ചെയ്തിട്ട് വേണം സ്നാനം ചെയ്യാൻ. അത് പത്നിയോട് കൂടി ചേർന്ന് ചെയ്യേണ്ടുന്ന യാഗത്തിന്റെ അന്തിമ കർമ്മമാണ്. അങ്ങനെ പത്നി സംയാജ അവഭൃത്യൈ, പത്നിമാരോട് കൂടി ചേർന്ന് അവഭൃതങ്ങളാൽ ചരിത്വ ആചരിച്ചിട്ട് തേ മഹർഷയ, ആ മഹർഷിമാരൊക്കെ ഫസ്നൂഹു സ്നാനം ചെയ്തു, കുളിച്ചു. ഫസ്നൂ രാമഹൃദേ, രാമഹൃദത്തിൽ പരശുരാമനാൽ ഉണ്ടാക്കപ്പെട്ട സമന്തപഞ്ചക തീർത്ഥം എന്ന ആ തീർത്ഥത്തിൽ, അതാണ് രാമഹൃദേ. വിപ്രാഹ യജമാനപുരഃസരാഹ ഫസ്നൂ. വിപ്രന്മാരെ യജമാനനോട് കൂടി മഹർഷിമാരെ എല്ലാവരും കൂടി അവിടെ അവഭൃതാനന്തരമുള്ള സ്നാനത്തെ ചെയ്തു. പത്നി സംയാജാവഭൃത്യൈശ്ചരിത്വാദേ മഹർഷയാം സ്വപ്നോ രാമഹൃദേ വിപ്രായ യജമാനപുരഃസരാഹ. പത്നി സംയാജാവഭൃത്യൈശ്ചരിത്വാദേ മഹർഷയാം സ്വപ്നോ രാമഹൃദേ വിപ്രായ യജമാനപുരഃസരാഹം. നാദോലങ്കാരവാസം ശ്രീവന്ദിഭ്യോ തഥാ സ്ത്രീയാം തതഃ സ്വലംകൃതോ വർണ്ണാൻ ആശ്വഭ്യോന്നേന പൂജയേത്. സ്നാതഃ കുടിച്ചു കഴിഞ്ഞിട്ട് അലങ്കാരവാസാംസി, അലങ്കാരങ്ങൾ, വസ്ത്രങ്ങൾ ഇവകൾ വന്ദിഭ്യോ അതാത്, വന്ദികൾക്കായിക്കൊണ്ട് അതാത് ദാനം ചെയ്തു. സ്തുതിപാഠകന്മാരാണ് വന്ദികൾ. രാജാവിനെ ഉണർത്തുകയും ഉറക്കുകയും സമയം അറിയിക്കുകയും ചെയ്യുന്ന സ്തുതിപാഠകന്മാർ, അവരാണ് വന്ദികൾ. വന്ദിക്കായിക്കൊണ്ട് അതാത് കൊടുത്തു. തഥാ സ്ത്രീയ, അങ്ങനെ സ്ത്രീകൾക്കും കൊടുത്തു. സ്നാനം കഴിച്ച് വസുദേവനും പത്നിയും കൂടി അവിടെ ഉണ്ടായിരുന്ന വന്ദികൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ദാനം ചെയ്തു. അതിനുശേഷം സ്ത്രീകൾക്ക് കൊടുത്തു. തതഃ അനന്തരം സു അലങ്കൃതോ, നന്നായി അലങ്കരിച്ച വർണ്ണാൻ, ചതുർവർണികളെ, 4 വർണികളെയും ആശ്വഭ്യ, ശ്വാവ് പട്ടികളാണ്, ആ ഉപസർഗം ചേർത്താണ് അതുവരെ. ആശ്വഭ്യ പട്ടികൾ വരെയുള്ളവർക്ക്, ശ്വാക്കൾ വരെയുള്ള വർണ്ണാൻ എല്ലാ വർണ്ണങ്ങളെയും അന്യേന പൂജയിൽ അന്നം കൊടുത്ത് അവരെ പൂജിച്ചു. കുളി കഴിഞ്ഞ് വസുദേവരും പത്നിയും കൂടി വന്ദികൾക്ക് വസ്ത്രാഭരണങ്ങൾ കൊടുത്തു. അതുപോലെ സ്ത്രീകൾക്ക് കൊടുത്തു. അതുപോലെ എല്ലാ വർണ്ണികൾക്കും ശ്വാക്കൾ വരെയുള്ള എല്ലാ വർണ്ണികൾക്കും അന്നം കൊണ്ട് അവരെ പൂജിച്ചു. സ്നാതോലങ്കാരവാസാം ശ്രീവന്ദിഭ്യോ തഥാ സ്ത്രീയ തതഃ സ്വലംകൃതോ വർണ്ണാൻ ആശ്വഭ്യോന്നേന പൂജയേത്. സ്നാതോലങ്കാരവാസാം ശ്രീവന്ദിഭ്യോ തഥാ സ്ത്രീയ തതഃ സ്വലംകൃതോ വർണ്ണാൻ ആശ്വഭ്യോന്നേന പൂജയേത്. സ്നാതോലങ്കാരവാസാം ശ്രീവന്ദിഭ്യോ തഥാ സ്ത്രീയ തതഃ സ്വലംകൃതോ വർണ്ണാൻ ആശ്വഭ്യോന്നേന പൂജയേത്. ബന്ധൂൻ സദാരാൻ ഫഫുദൻ പാരിബർഹേണ പൂജസാം വിദഗ്ധഗോഫലഗുരൂൻ കാശി ഏകയസം ജയാൻ. ബന്ധുക്കളെ സദാരാൻ പത്നികളോടുകൂടി, ഫഫുദാൻ പുത്രന്മാരോടുകൂടി, പാരിബർഹേണ പൂജസ ധാരാളം സമ്മാനത്തോടുകൂടി
പാരിബർഹം സമ്മാനങ്ങൾ, ഉയഫ ധാരാളം, വിദർഭ കോഫല കുരൂൻ വിദർഭന്മാരെ, കോഫലന്മാരെ, ഉൾദേശക്കാരെ, കാശിദേശക്കാരെ, ഏകയദേശക്കാരെ, ഫൃഞ്ചയദേശക്കാരെ ഇവരെയും പദസ്ഫുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യം പ്രയുക്തതും. പദസ്സിലുള്ള ഋത്തിക്കുകള്, ദേവന്മാരെ, മനുഷ്യർ, ഭൂതങ്ങൾ, പിതൃക്കൾ, ചാരണന്മാർ ഇവർക്കെല്ലാം ശ്രീനികേതം അനുജ്ഞാപ്യ ശ്രീദേവിയുടെ വാസസ്ഥാനമായി ഭവിച്ച കൃഷ്ണനോട് ശംസന്ത പ്രശംസിക്കുന്നവരായിട്ട് എന്തിനെക്കുറിച്ച് ക്രതും യജ്ഞത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറയുകയും പോയി. ഏറ്റവും ഒടുവിലാണ് ബന്ധുക്കൾ യാത്രയാകുന്നത്. ബന്ധുക്കൾ അവരുടെ ഭാര്യമാരും പുത്രന്മാരും ഒന്നിച്ചു പോകുമ്പോൾ അവർക്കെല്ലാം ധാരാളം സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ കാഴ്ചദ്രവ്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, അന്നങ്ങൾ, ഭക്ഷണങ്ങൾ, പേയങ്ങൾ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതെല്ലാം കൊടുത്ത് അവരെയൊക്കെ യാത്രയച്ചു. അങ്ങനെയുള്ള ബന്ധുക്കൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വിദഗ്ധന്മാരുണ്ട്, കോഫലന്മാരുണ്ട്, കുരുദേശക്കാരുണ്ട്, കാശിദേശക്കാരുണ്ട്, കേകയന്മാരുണ്ട്, ഫ്രിഞ്ചയന്മാരുണ്ട്. ഇതുകൂടാതെ സദസ്സിലിരുന്ന ഋത്വിക്കുകള്, എന്താണ് ദേവസമൂഹങ്ങൾ, മനുഷ്യര്, ഭൂതങ്ങൾ, പിതൃക്കൾ, ചാരണന്മാർ ഇവരെല്ലാം ഈ യജ്ഞത്തെ പ്രശംസിച്ചുകൊണ്ട് ഭഗവാനിന് അനുജ്ഞ വാങ്ങിച്ചു യാത്രയായി. യജ്ഞം ചെയ്തു കഴിയുമ്പോൾ ആ യജ്ഞത്തെക്കുറിച്ച് പ്രശംസനായി. അതാണ് ഇപ്പോഴും നമുക്ക് ഓരോ ചടങ്ങുകളും ഓരോ നിർത്തി കഴിയുമ്പോൾ നമ്മൾ അവസാനം ചെന്ന് ഭംഗിയായി, നന്നായിരുന്നു, ഊണ് ഗംഭീരമായി, ഭയപ്പെടുന്നതെന്നല്ല, നല്ലതെന്നുള്ള അർത്ഥത്തിലാണ് എന്നിങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞ് അവർ ചെയ്ത പ്രയത്നത്തെ ഒന്ന് അനുമോദിച്ചിട്ടേ പോരുകയുള്ളൂ. അങ്ങനെ വേണം ഏതെങ്കിലും ചടങ്ങിന് ചെന്നാൽ പോരാൻ എന്ന് അന്നു മുതലേ നമ്മെ കാണിച്ചതുണ്ട്. ഇനിയും ആരാണോ വിളിച്ചത് അവരോട് ഒരു അനുവാദം വാങ്ങിയിട്ട് വേണം പോകാൻ. പോകട്ടെ എന്ന് അവരോട് ചോദിച്ചിട്ട് വേണം പോകാൻ. അവർ ചെയ്ത ഈ യജ്ഞത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. ബന്ധൂൻ സദാരാൻ സഫുദാൻ പാരിബർഹേണ ഭൂയസാം കോഫലകുരൂൻ കാശികേകയസഞ്ജയൻ ഫദഫുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യം സന്തപ്രയുക്തതും. ബന്ധൂൻ സദാരാൻ സഫുദാൻ പാരിബർഹേണ ഭൂയസാം വിദഗ്ധകോഫലകുരൂൻ കാശികേകയസഞ്ജയാൻ ഫദഫുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യം സന്തപ്രയുക്തതും. ബന്ധുൻ സദാരാൻ സഫുദാൻ പാരിബർഹേണ ഭൂയസാം വിദഗ്ധകോഫലകുരൂൻ കാശികേകയസഞ്ജയാൻ ഫദഫുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യം സന്തപ്രയുക്തതും. ധൃതരാഷ്ട്രോ അനുജ പാർത്ഥോ ഭീഷ്മോ ദ്രോണപ്രധായമൗ നാരദോ ഭഗവാൻ വ്യാസസുഹൃത്സബന്ധിബാന്ധവ ബന്ധുൻ പരിഷ്വിജ്യയതുൻ സൗഹൃദാത്മജേതഥ യയുർവിരഹകൃച്ഛേണ ദേശാംശ്ചാപരേജന. ഇനിയും യാത്ര പറഞ്ഞു പോയത് ധൃതരാഷ്ട്രൻ, അനുജന്മാർ ആരാണ്? പാർത്ഥന്മാർ, പാണ്ഡുപുത്രന്മാർ, ഭീഷ്മരെ, ദ്രോണരെ, പൃഥ, കുന്തി, യമവും നകുല സഹദേവന്മാർ. അതുകൊണ്ടാണ് യമവും ദ്വിവചനമാണ്. ഏകവചനമാണെങ്കിൽ മറ്റേ യമനായേനെ. യമവും എന്ന് കണ്ടാൽ ഇരട്ടകൾ എന്ന് വിളിക്കും. നാരദോ ഭഗവാൻ, നാരദൻ, വ്യാസഭഗവാൻ, സുഹൃത് സബന്ധി ബാന്ധവാ. അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരെല്ലാം ഈ ബന്ധുക്കളായ യാദവന്മാരെ ബന്ധൂൻ പരിഷ്വിജ്യ ആലിംഗനം ചെയ്തിട്ട്, യദൂൻ യദുക്കളെ ആലിംഗനം ചെയ്തിട്ട്, സൗഹൃദാത്മ ചേതസ സൗഹൃദം കൊണ്ട് ക്ലേശിക്കുന്ന മനസ്സോടെ യയുഹു പോയി.
വിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേജന. വിരഹക്ലേശത്തോടുകൂടി, വിരഹകൃച്ഛ്രേണ, കൃച്ഛ്രം ക്ലേശം, വിരഹക്ലേശത്തോടെ സ്വദേശാംശ്ച അപരേജന, മറ്റുള്ളവർ അവരവരുടെ നാടുകളിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായിട്ട് യാത്രയച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വർണ്ണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ധൃതരാഷ്ട്ര അനുജനായ വിതുരര്, ധർമ്മപുത്രര്, ഭീമൻ, അർജുനൻ, കുന്തി, നകുല സഹദേവന്മാർ, ഭഗവാൻ, നാരദൻ, വ്യാസഭഗവാൻ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരൊക്കെയും യാദവന്മാരായ ബന്ധുക്കളെ ആലിംഗനം ചെയ്ത് സ്നേഹാധിക്യം കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വീണ് പിരിഞ്ഞു പോകുന്ന ദുഃഖം കൊണ്ട് സ്വദേശങ്ങളിലേക്ക് യാത്രയായി. അത് കഴിഞ്ഞപ്പോൾ വേറെ ചില ധാരാളം ബഹുജനങ്ങൾ, ബന്ധുക്കളൊന്നുമല്ല, നാട്ടുകാരായ ബഹുജനങ്ങൾ അതേപോലെ വിരഹകാലത്തായിട്ട് അവർ തിരിഞ്ഞുപോയി. ധൃതരാഷ്ട്രോ അനുജ പാർത്ഥോ ഭീഷ്മോ ദ്രോണപ്രധായമൗ നാരദോ ഭഗവാൻ വ്യാസസുഹൃത് സംബന്ധി ബാന്ധവാം ബന്ധുൻ പരിഷ്വജേതുൻ സൗഹൃദാം യേയുർവിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേജനാഃ. ധൃതരാഷ്ട്രോ അനുജ പാർത്ഥോ ഭീഷ്മോ ദ്രോണപ്രധായമൗ നാരദോ ഭഗവാൻ വ്യാസസുഹൃത് സംബന്ധി ബാന്ധവാം ബന്ധുൻ പരിഷ്വജേതുൻ സൗഹൃദാം യേയുർവിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേജനാഃ. നന്ദസ്തു സഹഗോപാലേ ഹത്യാ പൂജയാർച്ചിത കൃഷ്ണരാമോഗ്രസേനാത്മധ്യേർന്യവാദ്സീത് ബന്ധുവത്സലാം. നന്ദസ്തു, നന്ദഗോപരാകട്ടെ, സഹ ഗോപാലൈഹി, ഗോപാലന്മാരോടൊപ്പം, ബൃഹത്യാ പൂജയാ അർച്ചിത, മഹത്തായ പൂജ കൊണ്ട് സൽക്കരിക്കപ്പെട്ടവരായിട്ട്, കൃഷ്ണരാമ ഉഗ്രസേനാദ്യൈഹി, രാമകൃഷ്ണന്മാരോടും ഉഗ്രസേനൻ ആദിയായവരോടും കൂടി ജ്ഞവാദ്സീത് വസിച്ചു ബന്ധുവത്സല, ബന്ധുവാത്സല്യം കൊണ്ട്, ബന്ധുപ്രിയനായ നന്ദഗോപനെയും, നന്ദസ്തു സഹ ഗോപാലൈഹി, ഗോപാലന്മാരെയും, ബൃഹത്യാ പൂജയ അർച്ചിത, ധാരാളം പൂജകൾ കൊണ്ട് സൽക്കരിച്ചു. നന്ദഗോപരെ ശ്രീകൃഷ്ണൻ, ബലരാമൻ, ഗുരുസേൻ ഇവരോട് കൂടി ചേർന്ന് അങ്ങ് സുഖമായി ബാക്കിയുള്ളവർ അവിടെ വസിച്ചു. നന്ദസ്തു സഹഗോപാലേ ബൃഹത്യാ പൂജയാർച്ചിത കൃഷ്ണരാമോഗ്രസേനാദ്യേർന്യവാദ്സീത് ബന്ധുവത്സലാം. നന്ദസ്തു സഹഗോപാലേ ബൃഹത്യാ പൂജയാർച്ചിത കൃഷ്ണരാമോഗ്രസേനാദ്യേർന്യവാദ്സീത് ബന്ധുവത്സലാം. വസുദേവോ അഞ്ജഹോത്തീര്യ മനോരഥമഹാർണവം സുഹൃത്കൃത പ്രീതമന നന്ദമാഹ കരേ സ്പൃശൻ. വസുദേവോ അഞ്ജസ ഉത്തീര്യ, വസുദേവൻ വളരെ വേഗം അഞ്ജസ പെട്ടെന്ന് ഉത്തീര്യ കടന്നിട്ട്, മനോരഥമഹാർണവം ഉത്തീര്യ, മനോരഥമാകുന്ന വലിയ കടല് കടന്നതുപോലെ സന്തുഷ്ടനായി വസുദേവൻ. തന്റെ മനോരഥമായിരുന്നു ഒരു യജ്ഞം, അത് കടല് പോലെ വിസ്തൃതമാണ് എന്നുള്ള കടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. മനോരഥമാകുന്ന ഈ മഹാർണവത്തെ ഉത്തീര്യ, അഞ്ജസ, അനായാസമായിട്ട്, ഒരു വിഷമം കൂടാതെ, സുഹൃത്വൃത, സുഹൃത്തുക്കളോട് ചുറ്റപ്പെട്ട്, പ്രീതമന, നല്ല സന്തുഷ്ട മനസ്കനായി, നന്ദം ആഹ, നന്ദഗോപരോട് പറഞ്ഞു, കരേ സ്പൃശൻ, കൈ കൊടുത്തുകൊണ്ട്, ഹസ്തദാനം ചെയ്തുകൊണ്ട് നന്ദഗോപരോട് ഇങ്ങനെ പറഞ്ഞു. വസുദേവോ അഞ്ജസോത്തീര്യ മനോരഥമഹർണവം സുഹൃത്കൃത പ്രീതമന നന്ദമാഹ കരേ സ്പൃശൻ. വസുദേവോ അഞ്ജസോത്തീര്യ മനോരഥമഹർണവം സുഹൃത്കൃത പ്രീതമന നന്ദമാഹ കരേ സ്പൃശൻ. വസുദേവൻ നന്ദഗോപരോട് പറഞ്ഞു, ഭ്രാതരെ ഈശകൃതപാശോ നൃണാം യഃ സ്നേഹസജ്ഞിതാം തം ദുസ്ത്യജമഹം മന്യേ
ശൂരാണാമപി യോഗിനം. ഭ്രാതഃ സംബോധനയാണ്. ഭ്രാതരെ ഈശകൃതഃ പാശോ ബന്ധനം നൃണാം മനുഷ്യർക്ക് യഹ യാതെന്നാണോ സ്നേഹസജ്ഞിതഃ സ്നേഹമെന്ന പേരോടുകൂടിയ ഒരു ബന്ധനം മനുഷ്യർക്ക് ഈശ്വരൻ നിർമ്മിച്ചതായ ഒരു കയറാണ്. ബന്ധുക്കളോട് സ്നേഹം തോന്നിക്കാതിരിക്കാൻ പറ്റില്ല. ആ തോന്നിക്കുന്ന സ്നേഹമാകുന്ന പാശം ഈശ്വരൻ എല്ലാ മനുഷ്യർക്കും സൃഷ്ടിച്ചേക്കും. ഈശ്വരൻ കൊടുത്തൊരു കയറാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും? ബന്ധിതരാകും. സ്നേഹം എന്ന പേരുള്ള ഒരു കയറാണ്. അത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഈശ്വരൻ കൽപ്പിച്ചു കൊടുത്തൊരു കയറാണ്. സ്നേഹബന്ധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബന്ധം. ഭ്രാതരെ ഈശകൃത പാശോ നൃണാം സ്നേഹപത്നിത തം ദുസ്ത്യജമഹം മന്യേ. തം അതിനെ ദുസ്ത്യജം ത്യജിക്കാൻ വിഷമമാണ് എന്ന്. കാരണം ശൂരാണാമപി യോഗിനാം ദുസ്ത്യജമഹം മന്യേ. വീരശൂര പരാക്രമിമാർക്കും മഹായോഗികൾക്ക് പോലും ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നില്ല, വിഷമമാണ് എന്ന് ഞാൻ വിചാരിക്കും. ആ സ്നേഹത്തിന്റെ കാരുണ്യമാണ് അവരിൽ കൂടി നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ബന്ധുക്കൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ബന്ധുക്കളുടെ സ്നേഹമെന്ന പാശമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെങ്കില് അത് ഈശ്വരകൃതമാണ് ഇത്. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് വേർപെടുത്തി പോവാൻ വളരെ വിഷമമാണ്. മഹർഷിമാരൊക്കെ അങ്ങനെയാണ്, യോഗികൾ അങ്ങനെയാണ്, ശൂരന്മാരങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ പോവാണ്. നിങ്ങൾക്ക് എൻ്റെ ബന്ധുക്കളാണ്. നമ്മൾ തമ്മിൽ സ്നേഹബന്ധനം കൊണ്ട് ബന്ധിച്ചതാണ്. അതഴിച്ച് നിങ്ങൾ എല്ലാവരും പോകുന്നതിൽ എനിക്ക് അതിയായ ഖേദം, വിഷമം ഉണ്ട്. ഭ്രാതരി ഈശകൃതപാശോ നൃണാം സ്നേഹസജ്ഞിത തം ദുസ്ത്യജമഹം മന്യേ ശൂരാണാമപി യോഗിനാം. ഭ്രാതരീശകൃതപാശോ നൃണാം സ്നേഹപത്നിത തം ദുസ്ത്യജമഹം മന്യേ ശൂരാണാമപി യോഗിനാം. ആത്മാസ്വപ്രതികൽപ്പേയം യത് കൃതാഗ്നേഷു സത്തമൈ മൈത്യർത്തിതാഫലാവാപി ന നിവർത്തേത കർഹിചിത്. അസ്മാസു അപ്രതികൽപ്പ ഇയം. അസ്മാസു ഞങ്ങളിൽ അപ്രതികൽപ്പ ഉപമിക്കാനാവാത്ത, അപ്രതികൽപ്പ ഇയം ഇത്. ഞങ്ങളിൽ ഈ സ്നേഹത്തെ ഉപമിക്കാനാവാത്ത വിധത്തിലുള്ള യത് കൃതാഗ്നേഷു സപ്തമൈ യാതൊന്ന് കാരണമായിട്ട് കൃതാഗ്നേഷു കൃതത്തെ അറിയാത്തവരായ അസ്മാസു ഞങ്ങളിൽ. കൃതം ചെയ്യപ്പെട്ടത് അജ്ഞൻ അറിയാത്തവർ, കൃതാജ്ഞന്മാർ ചെയ്യപ്പെട്ടത് എന്താണെന്ന് ശരിക്ക് തിരിച്ചറിയാത്തവരായ ഞങ്ങളിൽ അസ്മാസു കൃതാജ്ഞേഷു അപ്രതികൽപ്പ ഇയം സത്തമൈഹി സത്തുക്കളായ നിങ്ങളാൽ മൈത്രി അർപ്പിത നിങ്ങളാൽ അർപ്പിക്കപ്പെട്ടതായ ഇയം മൈത്രി, ഈ സ്നേഹമുണ്ടല്ലോ, മൈത്രി അർപ്പിത അഫലവാപി, അത് ഫലം ഇല്ലെന്നിരിക്കലും അഫലമാണെന്നിരിക്കലും അഫല വാ അപി ആണെങ്കിലും നിവർത്തേത കർഹിച്ച് ഒരിക്കലും അത് പിന്തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. ഉപകാരസ്മരണയില്ലാത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് അജ്ഞന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ കൃതാജ്ഞന്മാരാണ് ഞങ്ങൾ. നിങ്ങളാണെങ്കിൽ
ഉത്തമ കൽപ്പന്മാരാണ്. സത്തുക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനികളാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളിലേക്ക് അർപ്പിക്കപ്പെട്ട പരിശുദ്ധമായ സ്നേഹമല്ലേ, ഒരു പ്രതിഫലവും കൂടാതിരിക്കുന്ന ആ സ്നേഹം, അത് എന്നും നശിക്കാതെ നിലനിൽക്കുന്നുവല്ലോ എന്ന്. വാസ്തവത്തിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, വാത്സല്യം, ബന്ധുതയൊക്കെ ഫലം ആഗ്രഹിച്ചത് തന്നെയാണ്. എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളതാണ് ഈ നിലനിൽപ്പിന് കാരണം. മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും പുത്രന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില്ലറ ബിസിനസ്സുകൾ, കൊടുക്കൽ വാങ്ങലുകൾ. അതുകൊണ്ടാണ് സ്നേഹത്തിന്, അതിന് എന്തെങ്കിലും വിഘാതമുണ്ടായാൽ അപ്പം സ്നേഹം പോകും. നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾ പക്ഷേ ഉത്തമന്മാരായ നിങ്ങൾ ഇതൊന്നുമില്ലാതെ, ഒരു ഫലാകാംക്ഷയുമില്ലാതെ ഞങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഈ മൈത്രി, അതിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാൻ പറ്റില്ല. നിവർത്തേത കർഹിച്ചത് ഒരിക്കലും പിന്തിരിയാൻ പറ്റില്ല. അപ്മാസ്വപ്രതികൽപ്പേയം അഗ്നേഷു ഫത്തമൈ മൈത്യർപ്പിതാ ഫലാവാപി നിവർത്തേത കർഹിച്ചത്. അസ്മാസ്വപ്രതികൽപ്പേയം യത്കൃതഗ്നേഷു ഫത്തമൈ മൈത്യർപ്പിതാ ഫലാവാപി നിവർത്തേത കർഹിച്ചത്. അസ്മാസ്വപ്രതികൽപ്പേയം യത്കൃതഗ്നേഷു ഫത്തമൈ മൈത്യർപ്പിതാ ഫലാവാപി നിവർത്തേത കർഹിചിത്. പ്രാഗകൽപ്പാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്ധാക്ഷ നപശ്യാമ പുരസ്വതാം. പ്രാക് മുമ്പ് അകൽപ്പാത് സാമർഥ്യമില്ലാത്തതുകൊണ്ട്, കൽപ്പം സമർത്ഥത, സാമർഥ്യം, അകൽപ്പം സാമർഥ്യമില്ലാത്തത് കൊണ്ട്, മുമ്പ് സാമർഥ്യമില്ലാത്തതുകൊണ്ട്, പ്രാഗ് അകൽപ്പാത് ച കുശലം, കുശലത്തെ, ഹേ ഭ്രാത, അല്ലയോ സഹോദരൻ, വോ നിങ്ങൾക്ക് ന ആചരാമഹി, നിങ്ങൾക്ക് കുശലത്തെ ചെയ്തില്ല ഞങ്ങൾ. നിങ്ങൾ ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിനും സ്നേഹത്തിനും തക്ക വിധത്തിലുള്ള ഒരു പ്രത്യുപകാരമെന്ന ആചരണം സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാതെ പോയി. നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ച സ്നേഹം തിരിച്ചു തരാൻ ഞങ്ങൾ അശക്തരാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാര്യവും ചെയ്തു തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. പ്രാഗ് അകൽപ്പാച്ച കുശലം ഭ്രാതർവോ നാചരാമൻ അധുന, ഇപ്പോഴാകട്ടെ, ശ്രീമത അന്ധ അക്ഷാഹ, ഐശ്വര്യം കൊണ്ട് മത്തുപിടിച്ച് കണ്ണ് കാണാത്തവരായി, അന്ധരായ കണ്ണുകളോട് കൂടിയവരായി ഞങ്ങൾ, ശ്രീമത അന്ധ അക്ഷാഹ നപശ്യാമ പുരസ്വത, മുമ്പിൽ നിൽക്കുന്ന ഈ സത്തുക്കളെ ഞങ്ങൾക്ക് വേണ്ടതുപോലെ കാണാൻ പറ്റുന്നു. അപ്പൊ നിങ്ങൾ ധാരാളം ഉപകാരം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നന്ദഗോപുരടാണ് പറയുക, എടുത്തു പറയാനാവാത്ത പോലെയാണ്. പ്രസവിച്ച് വീണപ്പ മുതൽ ഞങ്ങളുടെ പുത്രന്മാരെ വളർത്തി വളർത്തി വലുതാക്കി ഇത്രയും പ്രായമാക്കുക, അതിനെന്ത് പ്രത്യുപകാരം ചെയ്താലും മതിയാവില്ല. എന്ത് കഷ്ടതകളാണ് അനുഭവിക്കുക. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത ഉപകാരത്തിനും സ്നേഹത്തിനും വേണ്ട വിധത്തിൽ പ്രത്യുപകാരം ചെയ്യാനും നിങ്ങളെ സ്നേഹിക്കാനും ഞങ്ങൾ അശക്തരായിരുന്നു. കാരണം ഞങ്ങൾ ചങ്ങലയിൽ ബന്ധിതരായി കിടക്കുകയായിരുന്നു. ഇനിയും ഇപ്പൊ വന്നപ്പോ പോലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യാനും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. പക്ഷെ ഇപ്പോഴാട്ടെ ഞങ്ങൾക്ക് രാജ്യാധികാരെ കിട്ടി, എന്താണ്, മധുരയിലെ ചക്രവർത്തിമാരായിട്ട് വാഴുമ്പോഴും ഞങ്ങൾ ആ ഐശ്വര്യം കൊണ്ട്, മതം കൊണ്ട് കണ്ണു കാണാത്തവരായിട്ട് മുമ്പിൽ വന്നു ചേർന്ന സജ്ജനങ്ങളായ നിങ്ങളെ ശരിക്ക് വേണ്ടവണ്ണം അറിഞ്ഞില്ല. ഈ 2 ദിവസം നിമിത്തം മുമ്പും ഇപ്പോഴും
ഞങ്ങളെ കൊണ്ട് പ്രയോജനവും ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ സ്നേഹിച്ചത് വിഫലമായി തുടങ്ങി. മുമ്പുമില്ല, ഇപ്പോഴും. വസുദേവൻ ഉള്ള സത്യം അതൊക്കെ തുറന്നു പറഞ്ഞ പ്രാഗകൽപ്പകുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദന്താക്ഷ നവശ്യാമ പുരഃസതാം. പ്രാഗകൽപ്പകുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദന്താക്ഷ നവശ്യാമ പുരഃസതാം. മാ രാജ്യശ്രീരപുത്പുംസശ്രേയ കാമസ്യമാനതാം സ്വജനാനുതബന്ധൂൻവാ നപശ്യതി യയാന്ധദൃക്. മാ രാജ്യശ്രീരഭൂത്, രാജ്യശ്രീയ് രാജ്യ ഐശ്വര്യത്തെ മാ ഭൂത് ഭവിക്കരുത്, ഉണ്ടാവരുത്. മാ രാജ്യശ്രീഹി അഭൂത്. പുംസഹ മനുഷ്യർക്ക് ശ്രേയസ് കാമസ്യ മാനത. ശ്രേയസ് കാമിക്കുന്ന ഒരാൾക്ക് രാജ്യശ്രീയെ ഉണ്ടാവരുത്. ഹേ മാനത, മാനത്തെ അളക്കാൻ പറ്റുന്നവനായ ഹേ നന്ദഗോപാൽ. ഉത്തമ ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ഒരാള് രാജ്യശ്രീ ത്യജിക്കണം. രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്താ കാരണം? സ്വജനാൻ ഉതബന്ധൂൻവ നപശ്യാമേ അന്ധദൃക്. രാജ്യാധികാരം കൈ കിട്ടിയ പിന്നെ കണ്ണു കാണില്ല, അന്ധദൃക്ക. കണ്ണു കാണാതെ ആയാലോ പിന്നെ സ്വജനങ്ങളെയും ബന്ധുക്കളെയും കണ്ടാൽ കണ്ട ഭാവം പോലും നിൽക്കില്ല, തിരിച്ചറിയത്തില്ല. ലോകത്ത് നടക്കുന്ന ഒരു നഗ്ന സത്യം വസുദേവരെ അറിയിച്ചതാണ്. വസുദേവർക്ക് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റുള്ളവരുടെ കഥ എന്താകും? ഒരിക്കലും രാജ്യൈശ്വര്യങ്ങൾ ആർക്കും ഉണ്ടാവരുത്. അധികാരവും ഐശ്വര്യവും കൊന്നുകൂടിയാൽ അതുകൊണ്ട് കണ്ണു കാണാതാവും. ആ മതം കൊണ്ട് അന്ധരാകും. അങ്ങനെ അന്ധരായാൽ അടുത്തു വരുന്ന ബന്ധുക്കളെയോ കൂട്ടുകാരെയോ സ്വജനങ്ങളെയോ കണ്ടാൽ തിരിച്ചറിയത്തോടില്ല. കണ്ടു ചിലപ്പോ ഒന്ന് ചിരിക്കും, ഒന്ന് വിഷയം, അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഇവര്, അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് മാറ്റമായി. ഇത് ലോകസഹജമായ സ്വഭാവത്തിന്റെ ഭാഗമാണ്. മാ രാജ്യശ്രീരഭോത് പുംസശ്രേയസ്കാമസ്യമാനതാം സ്വജനാൻ ഉദബന്ധൂൻ വാ നവശ്യാമിയെ അന്ധദൃക്. മാ രാജ്യശ്രീരഭോത് പുംസശ്രേയസ്കാമസ്യമാനതാം സ്വജനാൻ ഉദബന്ധൂൻ വാ നവശ്യാമിയെ അന്ധദൃക്. ശ്രീശുഭവാൻ. ഇനി ചുക്കൻ കയറി ബാക്കി കഥ പറയാം. ഏവം സൗഹൃദശൈഥില്യചിത്ത ആനകദുന്ദുഭി രുരോധ തത്കൃതാം മൈത്രിയും സ്മരന്നശ്രുവിലോചനാം. ഏവം ഇങ്ങനെ സൗഹൃദ ശൈഥില്യചിത്ത, സൗഹൃദം കൊണ്ട് മനസ്സ് ശിഥിലമായി തീർന്നു, മനസ്സിളകിപ്പോയി ആയ ആനകദുന്ദുഭി വസുദേവർ രുരോധ ഉറക്കക്കരൻ തത്കൃതാം മൈത്രിയും സ്മരൻ, അവര് ഞങ്ങളോട് കാണിച്ച മൈത്രിയെ സ്മരിച്ചുകൊണ്ട് അശ്രുവിലോചന, ആനന്ദ കണ്ണീർ പൊഴിച്ചുകൊണ്ട് വസുദേവർ ഉറക്ക കരഞ്ഞു. കാരണം ഇത്രയും കാലവും ഇവരോട് ഒരു വാക്ക്, ഒരു നന്ദി വാക്ക് പറയാൻ പറ്റാതായ വിഷമം മുഴുവൻ വസുദേവരെ പറഞ്ഞും കരഞ്ഞും തീർത്തു. നന്ദഗോപരെ കണ്ടപ്പോഴാണ് എന്ത് കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ നിങ്ങൾ വളർത്തിക്കൊണ്ടെന്ന്. ഇടയ്ക്കൊന്ന് വന്ന് കാണാൻ, ഒരു വാക്ക് പറയാൻ, കഷ്ടം നിങ്ങൾ ചെയ്യുന്നത് നല്ല ഇതൊന്നും പറയാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. ഏവം സൗഹൃദ ശൈഥില്യചിത്ത ആനകദുന്ദുഭീം രുരോധ തത്കൃതാം മൈത്രിയും സ്മരൻ അശ്രുവിലോചനം. ഏവം സൗഹൃദ ശൈഥില്യചിത്ത ആനകദുന്ദുഭീം രുരോധ തത്കൃതാം മൈത്രിയും സ്മരൻ അശ്രുവിലോചനം. നന്ദസ്തു ഭക്ഷ്യുപ്രഗത് പ്രേംണാ ഗോവിന്ദരാമയോ അദ്യ ശ്വൈതി മാസാം സ്ത്രീൻ യദുഭൻ മാനിതോ വസത്. നന്ദഗോപരാകട്ടെ ഫക്ഷ്യുഹു പ്രിയകൃത്, തന്റെ കൂട്ടുകാരനായ ഫഖാവിന്റെ പ്രിയത്തെ ചെയ്യുന്നവനായ നന്ദഗോപരാകട്ടെ പ്രേംണ ഗോവിന്ദരാമയോ, രാമകൃഷ്ണന്മാരുള്ള പ്രേമം കൊണ്ട് അദ്യഹ ശ്വഹ ഇതി, ഇന്ന് പോകാം നാളെ പോകാം എന്ന് പറഞ്ഞ് മാസാം സ്ത്രീൻ
3 മാസം യദുഭിർ മാനിതോപസൻ, ഈ യാദവന്മാരോട് ആരെ മാനിക്കപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ താമസിച്ചു. വസുദേവരുടെ ഇഷ്ടം അനുസരിക്കാൻ തന്നെ നിശ്ചയിച്ച നന്ദഗോപരെയാണ്. രാമകൃഷ്ണന്മാരുള്ള പ്രേമാധിക്യം കൊണ്ട് അവിടെ വിട്ടുപോകാൻ തോന്നില്ല. കാരണം ഇവരുടെ കൂടെ ജീവിച്ചിട്ട് എത്ര കാലമായി. അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നാ ഇനി പോയേക്കാം എന്ന് വിചാരിച്ചു. ഇത്തിരിയുടെ കഴിയട്ടെ, അപ്പൊ ഉച്ചയാവും, എന്നാ ഊണ് കഴിഞ്ഞിട്ട് വാ ആവട്ടെ എന്ന് വിചാരിച്ചു അവിടെ നിന്നു. അങ്ങനെ വന്ന് വർത്തമാനം പറഞ്ഞ് നേരെ സന്ധ്യയായി. ഇനി നാളെ ആട്ടെ, അങ്ങനെ അദ്യവ ശോവ ഇന്നാട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞ് 3 മാസം അവിടെ കഴിച്ചു. നന്ദസ്തു സക്ഷുപ്രേഗത് പ്രേംണാ ഗോവിന്ദരാമയോ അദ്യശ്വൈതി മാസാം സ്ത്രീൻ യദുഭിർ മാനിതോപസൻ. നന്ദസ്തു സക്ഷുപ്രേഗത് പ്രേംണാ ഗോവിന്ദരാമയോ അദ്യശ്വൈതി മാസാം സ്ത്രീൻ യദുഭിർ മാനിതോപസൻ. തതകാമയേ പൂജ്യമാണ സ്വവ്രജ സഹബാന്ധവാം പരാർധ്യാഭരണക്ഷൗമ നാനാ അനർഘ്യപരിച്ഛദൈ വസുദേവോഗ്രസേനാഭ്യം കൃഷ്ണോദ്ധവബലാദിഭിം ദത്തമാദായ വാരിബർഹം വ്യാപിതോ യദുഭിർയയോ. തതഃ അനന്തരം കാമൈഹി പൂജ്യമാണ്, കാമങ്ങളെ കൊണ്ട് നിറച്ചു, കാമിക്കത്തക്ക വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടവനായിട്ട് സവ്രജ വ്രജവാസികളോടുകൂടി സഹബാന്ധവ ബാന്ധവന്മാരോടുകൂടി പരാർധ്യ ആഭരണ ക്ഷൗമ പരാർധ്യങ്ങളായ ശ്രേഷ്ഠങ്ങളായ ആഭരണങ്ങൾ, പരാർധ്യം ശ്രേഷ്ഠം ഉത്കൃഷ്ടം, ഉത്കൃഷ്ടമായ ആഭരണങ്ങൾ, ക്ഷൗമം പട്ടുവസ്ത്രങ്ങൾ, ക്ഷൗമ നാന അനർഘ്യപരിച്ഛത പലവിധത്തിലുള്ള വിലമതിക്കാനാവാത്ത പരിച്ഛദങ്ങൾ, ആഭരണങ്ങൾ, ഭൂഷണങ്ങൾ ഇവ കണ്ട് വസുദേവ ഉഗ്രസേനാഭ്യാം വസുദേവരാലും ഉഗ്രസേനാലും നൽകപ്പെട്ട ഈ സമസ്ത ആഭരണത്തോടും കൂടി കൃഷ്ണ ഉദ്ധവ ബലാദിഭി, ശ്രീകൃഷ്ണൻ, ഉദ്ധവൻ, ബലരാമൻ ഇവരോടുകൂടി ദത്തം ആദായ നൽകപ്പെട്ട പാരിബർഹം ആദായ സമ്മാനങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് യാപിത പുറപ്പെടുവാൻ ആഗ്രഹിച്ച് യദുഭിഹി യാദവന്മാരാൽ യയൗ പോയി. ഇങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നന്ദഗോപരെ കൂടെ വന്ന പ്രജാവാസികളോടും ബന്ധുക്കൾക്കും വസുദേവർക്കും ഉഗ്രസേൻ, കൃഷ്ണൻ, ഉദ്ധവൻ, ബലരാമൻ മുതലായ അതിലെല്ലാം കൂടി ധാരാളം ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വരപിടിച്ച രത്നങ്ങൾ ഇതൊക്കെ കൊടുത്ത് അവയെല്ലാം എടുപ്പിച്ചുകൊണ്ട് അകമ്പടിക്കാരോട് പുറപ്പെടുവിപ്പിക്കട്ട നന്ദഗോപർ അവരോടൊപ്പം അങ്ങനെ ഗോകുലത്തേക്ക് യാത്രയായി പോയി. തതകാമൈ പൂജ്യമാണ സവ്രജ സഹബാന്ധവാം പരാർത്ഥ്യ ആഭരണക്ഷൗമ നാനാനർഘ്യപരിച്ഛദൈ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവ ബലാദിഭി ദത്തമാദായ വാരിബർഹം വ്യാപിതോ യദുഭിർയയോ. തതകാമൈ പൂജ്യമാണ സവ്രജ സഹബാന്ധവ പരാർത്ഥ്യ ആഭരണക്ഷൗമ നാനാ അനർഘ്യപരിച്ഛദൈ വസുദേവോഗ്രസേനാഭ്യം കൃഷ്ണോദ്ധവബലാദിഭി ദത്തമാദായ വാരിബർഹം വ്യാപിതോ യദുഭിർയയോ. നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനക്ഷുപ്തം പുനർഹർത്തും അനീശ മധുരം യയൗ. നന്ദഗോപരെ, ഗോപന്മാരെ, ഗോപികൾ ഇവരൊക്കെ ഗോവിന്ദ ചരണാംബുജയെ മനക്ഷുപ്തം, ഗോവിന്ദ ഭഗവാന്റെ ചരണാംബുജത്തിൽ മനസ്സ് ഉറപ്പിച്ചു വെച്ചത് പുനർഹർത്തും അവിടുന്ന് തിരിച്ചെടുക്കാൻ അനീശ ആസക്തരായിട്ട് മധുരാം യയൗ. എന്താണ്? മധുരയിലേക്ക് യാനം ചെയ്തു. ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് അവരൊക്കെ മധുരയിലേക്ക് തിരിച്ചുപോയി. നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദ ചരണാംബുജേ മനക്ഷുപ്തം പുനർഹർത്തും അനീശ മധുരാം യയൗ.
നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണംബുജേ മനക്ഷിപ്തം പുനർഹർത്തും അനീശാ മധുരം ജയൗ ബന്ധുഷു പ്രതിയാദേഷു കൃഷ്ണയ കൃഷ്ണദേവതാം വീക്ഷ്യ പ്രാവൃഷമാസാന്നാം ദ്വാരവതീം പുനാം. ബന്ധുഷു ബന്ധുക്കളിൽ, പ്രതിയാദേഷു പോയപ്പോൾ, ബന്ധുക്കളൊക്കെ മടങ്ങിപ്പോയപ്പോൾ, വൃഷ്ണയ കൃഷ്ണദേവതാഹ കൃഷ്ണനാകുന്ന ദേവനോട് കൂടിയ വൃഷ്ണികൾ ആസന്നാം പ്രാവൃഷം വീക്ഷ്യ അടുത്തു വരുന്ന മഴക്കാലത്തെ കണ്ടിട്ട്, വീക്ഷ്യ പ്രാവർഷമാസന്നാം, പ്രാവൃഷ് വർഷകാലം, ആസന്നം അടുത്തു വരും, ആസന്നാം പ്രാവർഷം വീക്ഷ്യ അടുത്ത് മഴക്കാലം വന്നു എന്ന് കണ്ടിട്ട്, പുനഃ വീണ്ടും ദ്വാരവതിയും യയു ദ്വാരകയിലേക്ക് പോയി. ഇങ്ങനെ എല്ലാ ബന്ധുക്കളും അവരുടെ സ്ഥാനത്തേക്ക് പോയി. ഏറ്റവും ഒടുവിൽ പോയത് നന്ദഗോപനം. 3 മാസം താമസിച്ചിട്ടാണ് പോയത്. പോയി കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനോടൊപ്പം വൃഷ്ണികളൊക്കെ വർഷകാലം വരാൻ പോകുന്നു പറഞ്ഞപ്പോൾ അതിനു മുമ്പ് യാത്രയേക്കാമെന്ന് ഇവരൊക്കെ ദ്വാരകയിലേക്ക് പറയും. ബന്ധുഷു പ്രതിയാദേശു കൃഷ്ണയ കൃഷ്ണദേവതാം വീക്ഷ്യ പ്രാവൃഷമാസന്നം ദ്വാരവതീം പുനാം. ബന്ധുഷു പ്രതിയാദേശു കൃഷ്ണയ കൃഷ്ണദേവതാം വീക്ഷ്യ പ്രാവൃഷമാസന്നം ദ്വാരവതീം പുനാം. ജനേഭ്യ കഥയാം ചക്കുർ യദുദേവമഹോത്സവം യഥാഫി തീർത്ഥയാത്രായാം സന്ദർശനാധികം. ജനേഭ്യ കഥയാം ചക്രു ജനങ്ങളോട് പറഞ്ഞു, യദുദേവ മഹോത്സവം, ഈ യദുദേവന്റെ ആ മഹോത്സവത്തെ ജനങ്ങളോട് പറഞ്ഞു. യഥാഫീത് തീർത്ഥയാത്രയായ തീർത്ഥയാത്രയിൽ ഉണ്ടായ ഈ മഹോത്സവത്തെ സുഹൃത്ത് സന്ദർശനാദി. ആ തീർത്ഥയാത്രയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അവിടുന്നാണ് എല്ലാവരും, കുറച്ചുപേര് മധുരയിലേക്ക് പോയി, കുറച്ചുപേര് ഗോകുലത്തിൽ നന്ദഗൃഹത്തിലേക്ക് പോയി, ശ്രീകൃഷ്ണാദികൾ തിരിച്ച് ദ്വാരകയിലേക്കും പോയി. അങ്ങനെ തീർത്ഥയാത്രയിൽ വെച്ച് യദുരാജാവായ ഉഗ്രസേനൻ ആദിയായവർക്കുണ്ടായ ഈ യജ്ഞമെന്ന മഹോത്സവത്തെ അവിടെ കണ്ട സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിശേഷ പദ്ധതികളുമൊക്കെ തിരിച്ചെന്ന് അവരുടെ നാട്ടിലെ പ്രജകളെ പറഞ്ഞു കേൾപ്പിച്ചു. ജനേഭ്യ കഥയാഞ്ചക്രോ യദുദേവ മഹോത്സവം യഥാഫി തീർത്ഥയാത്രായാം സുഹൃത് സന്ദർശനാധികം. ജനേഭ്യ കഥയാഞ്ചക്രോ യദുദേവ മഹോത്സവം യഥാഫി തീർത്ഥയാത്രായാം സുഹൃത് സന്ദർശനാധികം. ജനേഭ്യ കഥയാഞ്ചക്രോ യദുദേവ മഹോത്സവം യഥാഫി തീർത്ഥയാത്രായാം സുഹൃത് സന്ദർശനാധികം. ഇങ്ങനെ ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിലുള്ള തീർത്ഥയാത്രാനുവർണ്ണനമെന്ന 84-ാമത്തെ അധ്യായം, 84-തമോ അധ്യായം സമാപിച്ചു. ഇനി നമുക്ക് 85-ാം അധ്യായം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. 5 മിനിറ്റേ ഉള്ളൂ. ഇന്ന് തുടങ്ങണ്ട. ആർക്കെങ്കിലും സംശയം ചോദിക്കാം. അല്ലെങ്കിൽ സാറേ, നന്ദഗോപര് മധുരയിലേക്ക് പോയി എന്താ പറഞ്ഞേ? ഏത്? ഇപ്പൊ 70-ാമത്തെ ശ്ലോകത്തിൽ അവര് മധുരയിലേക്ക് പോയി എന്നല്ലേ? അതെ, ശ്രീകൃഷ്ണൻ സ്മരിച്ചുകൊണ്ട് നന്ദഗോപരും മറ്റു ഗോപന്മാരും ഗോപസ്ത്രീകളും അവരെല്ലാം ശ്രീകൃഷ്ണഭാഗത്ത് മനസ്സ് പിൻവലിക്കാൻ കഴിയാത്തവരായിട്ട് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് മധുരയിലേക്ക് പോയി. മധുരയിൽ നിന്നും തിരിച്ചാണ് ഗോകുലത്തിലേക്ക് പോകുന്നത്. സാറേ, 57-ാമത്തെ ശ്ലോകത്തില് ധൃതരാഷ്ട്രോനുജ പാർത്ഥോ എന്നാണോ സാറേ? അതെ, അതില് പാർത്ഥ എന്നാണല്ലോ. അത് വിസർഗോകാരമായിട്ട് മാറുന്നതാണ് പാർത്ഥോ. ഈ കൃത അജ്ഞേഷു, അത് കൃതഘ്ന, അത് രണ്ടും ഒരർത്ഥാണോ സാറേ? അതോ വേറെ? അല്ലല്ല, അല്ല, ചെയ്തതിനെ മുഴുവൻ മറന്നു പോകുന്നവരാ.
അതിനെ നശിപ്പിച്ചു കളയുന്നത്. ഇത് നശിപ്പിച്ചിട്ടില്ല, അറിയാതെ പോയി എന്ന് മാത്രം. ശരി. അതിനുപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു സാർ.